ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് കൂടുതലുണ്ട്. 10 ഡെലിവറിയാണ് ഇന്ന് നമുക്കുള്ളത്. 10 ഡെലിവറി ലോക്കലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു കസ്റ്റമർ 1 മണിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു കസ്റ്റമർ 2 മണിക്ക് ശേഷമാണ്. പിന്നെ എണ്ണത്തിൽ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നെല്ലാം പെട്ടെന്ന് ചെയ്തേണ്ടതുണ്ട്. ഇന്നൊന്നും അസംബിൾ ചെയ്ത് കൊടുക്കുന്നില്ല. അസംബിൾ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് എല്ലാം ഞങ്ങളവിടെ വെച്ച് പോകും. പുറകെ കാർപ്പൻറ്റർ വന്ന് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് തൃക്കാക്കര ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. അതായത് നമ്മുടെ ഗോഡൗണിൽ നിന്നും ഒരു 5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഫസ്റ്റ് ലൊക്കേഷൻ വന്നേക്കുന്നത്. ഈ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് മുകളിൽ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് മുകളിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കാണാം. അതുകൂടാതെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഇന്ന് ഡെലിവറി ചെയ്ത എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഫോട്ടോ ആഡ് ചെയ്യുന്നതാണ്. അതിലിഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസും പേരും റേറ്റും എല്ലാം ഞാൻ താഴെ കൊടുക്കാം. അതിൽ ലിങ്കും കൊടുക്കാം. അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെലിവറിയും കഴിഞ്ഞ് രണ്ടാമത്തെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഡെലിവറി എന്ന് പറഞ്ഞാൽ ലുലുമാളിൻ്റെ തൊട്ടടുത്താണ്. ലുലുമാളിൻ്റെ അടുത്ത് എടപ്പള്ളി ടോൾ ജംഗ്ഷൻ കഴിഞ്ഞ് ഉടനെ ലെഫ്റ്റ് സൈഡിലൊരു ഫ്ലാറ്റിലാണ് രണ്ടാമത്തെ ഡെലിവറി വരുന്നത്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തി കസ്റ്റമർ ഇത് ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്യാനുള്ളതന്നെ ഉള്ളൂ. ഇത് കാർപ്പൻറ്റർ ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കസ്റ്റമർ വിളിച്ചപ്പോൾ പറഞ്ഞു ഈ ഫിറ്റ് ചെയ്യേണ്ട, അവിടെ വർക്ക് നടക്കുകയാണ്, ടൈൽസിൻ്റെ വർക്ക് നടക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവച്ചാൽ മതി. കസ്റ്റമർ അവിടെ ഇല്ല, ഒരാളവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഓക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എത്തി, ഫ്ലാറ്റിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. പിന്നെ സെക്യൂരിറ്റിക്ക് പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് വണ്ടി അകത്തോട്ട് എടുക്കുകയാണ്. അകത്തോട്ട് എടുത്തിട്ട് സോഫയാണ് ഇവിടെ ഡെലിവറി വരുന്നത്. സോഫ ഓൾറെഡി അസംബിൾഡാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ലെഗ് ഫിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് വേണ്ടാന്ന് അവർ പറഞ്ഞു, ഓപ്പൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഡെലിവറി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി അകത്തോട്ട് ഇട്ടിട്ട് സോഫ എല്ലാം എടുത്ത് മുകളിലവർക്ക് കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചില ഫ്ലാറ്റിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈറ്റ് പ്രശ്നമാകാറുണ്ട്. ഈ ഫ്ലാറ്റിൽ ഇത് തന്നെ കണ്ടില്ല, നിങ്ങൾ കറക്റ്റ് ഹൈറ്റിലാണ് ഞങ്ങൾ ലോഡ് വന്നേക്കുന്നത്. ഇത് അത്രത്തോളം പ്രശ്നമല്ല. പക്ഷേ ചില സ്ഥലത്തൊന്നും ഇങ്ങനെ അല്ല. ചില സ്ഥലത്തൊക്കെ അണ്ടർഗ്രൗണ്ട് വഴിയാണ് ഞങ്ങൾക്ക് സാധനം ഇറക്കേണ്ട ആവശ്യം വരാറുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ഇതുപോലെ പ്രൊഡക്റ്റൊക്കെ താഴെ ഇറക്കി വെച്ച് നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാനുള്ള പ്രൊഡക്റ്റ് എന്താണോ അത് വണ്ടിയിൽ വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോകാറുള്ളത്. ഇവിടെ പിന്നെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഫ്റ്റും വണ്ടിയും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് വണ്ടിയിൽ ഹൈറ്റുള്ള പ്രൊഡക്റ്റ് എല്ലാം താഴെ ഇറക്കി വെക്കേണ്ട അവസ്ഥ വരും. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയും ലിഫ്റ്റും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അത് അത്ര വലിയ കനമുള്ള പ്രൊഡക്റ്റൊന്നുമല്ല, ഒരു സോഫയാണ്. കസ്റ്റമർ അവിടെ ഓൾറെഡി ഒരു കസ്റ്റമർ ആളെ ഏൽപ്പിച്ച അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നല്ലൊരു വ്യൂ കണ്ട് എറണാകുളം ടൗൺ മൊത്തം കാണാമായിരുന്നു ഇവിടെ നിന്ന്. ഞങ്ങൾ വന്ന് നിന്നപ്പോൾ തന്നെ മെട്രോ അതുപോലെ പാസ്സായി. അതുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ കാഴ്ച ഒരുപാട് നേരം കണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ഡെലിവറി വഴുകുന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി പോയി. ഇനി അടുത്ത ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ 3ാമത്തെ ലൊക്കേഷനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ സെയിം കസ്റ്റമർ തന്നെയാണ്. സെയിം കസ്റ്റമർക്ക് സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഡെലിവറി. അവരുടെ അന്നൊരു മിററായിരുന്നു ഡെലിവറി ചെയ്തിരുന്നത്. ഇന്നും അവർക്ക് മറ്റൊരു റൂമിലോട്ട് ഫിറ്റ് ചെയ്യാൻ അതേ മിറർ തന്നെയാണ് ഇന്നും അവർ ഓർഡർ ചെയ്തേക്കുന്നത്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡെലിവറി ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ലിഫ്റ്റ് അന്നത്തെ പോലെ തന്നെ ലിഫ്റ്റ് വേസ്റ്റ് എടുക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടിയില്ല. പിന്നെ ഓഫീസിൽ പോയി സംസാരിച്ച് പാസഞ്ചർ ലിഫ്റ്റ് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ച് അവരുടെ സമ്മതം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ഞങ്ങളവിടെ 1.5 മണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നായിരുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓഫീസിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവരങ്ങനെ ഈ ലിഫ്റ്റ് യൂസ് ചെയ്തോളാൻ പറഞ്ഞ് ഇതിൽ സാധാരണ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ അവരോട് പറഞ്ഞ് ചെറിയ ഐറ്റംസ് ആണ് ഗ്ലാസ്സാന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ പാസഞ്ചർ ലിഫ്റ്റ് യൂസ് ചെയ്ത് കസ്റ്റമർക്ക് കൊണ്ടുകൊടുത്ത്. കസ്റ്റമറുടെ വീടിൻ്റെ അവിടെ എത്തി ബെല്ലടിച്ചിട്ടും വീട് തുറക്കുന്നില്ല. 1-2 പ്രാവശ്യം അടിച്ചിട്ടും തുറക്കുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി അവിടെ ആളുണ്ടാവില്ലേ, ഓൾറെഡി വിളിച്ചിട്ടാണ് വന്നത്, അവിടെ ആളുണ്ടാവില്ല എന്ന സംശയം തോന്നി. ഫോൺ വിളിച്ചപ്പോൾ അവർ അതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഡോർ തുറന്ന് അവർ റൂമിലോട്ട് വെച്ച് കൊടുത്ത്. അതിൻ്റെ ഫോട്ടോയും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കാണാം. വിശദമായിട്ടുള്ള ഫോട്ടോ ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിലയെല്ലാം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. അങ്ങനെ ആ വീഡിയോ ഡെലിവറിയും കഴിഞ്ഞ് 3ാമത്തെ ഡെലിവറിയും കഴിഞ്ഞ് ഞങ്ങളിത് 4ാമത്തെ ഡെലിവറി സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കിത് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കസ്റ്റമർ ഓൾറെഡി ഉണ്ട്. ഇതൊക്കെ MDF പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ അസംബിൾ ചെയ്യുന്നില്ല. പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം, ലാസ്റ്റ് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ അടുത്ത 4ാമത്തെ ഡെലിവറി ലൊക്കേഷനിലോട്ട് സാധനം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റിൻ്റെ അങ്ങോട്ട് എത്തിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഫ്ലാറ്റിലോട്ടാവുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പരിപാടി കഴിയും. വീട്ടിലോട്ടാവുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ഡിലേ വരാറുള്ളത്.
അങ്ങനെ ആ പ്രോഡക്റ്റ് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതൊരു ഷൂ റാക്കാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 5ാമത്തെ ഡെലിവറി ലൊക്കേഷനിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ ഡെലിവറി ഞങ്ങളുടെ കൂടെ കാർപ്പൻ്റർ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ 3 പേര് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേരാണ് പോവാറുള്ളത്. അതിൽ ഒരാൾ കാർപ്പൻ്റർ ആയിരിക്കും, ഒരാൾ ഹെൽപ്പർ ആയിരിക്കും, പിന്നെ ഞാനും. അങ്ങനെ 3 പേരാണ് പോവാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കാർപ്പൻ്ററും നാട്ടിൽ പോയ സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ കാർപ്പൻ്റർ ഇപ്പോൾ വരാറില്ല. ഇപ്പോൾ ഒരു കാർപ്പൻ്റർ ഉള്ളൂ. ആ കാർപ്പൻ്റർ ബൈക്കുമായിട്ടാണ് ഞങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പുറകെ ബൈക്കുമായിട്ട് വന്ന് അസംബിൾ ചെയ്ത് പോകാറുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡെലിവറി സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു കീ ഹോൾഡറാണ്. ഇത് നമ്മുടെ പഴയ കസ്റ്റമറാണ്. ഈ കസ്റ്റമർക്ക് മിക്ക ഓർഡറിലും ഡെലിവറി ഉണ്ടാവാറുണ്ട്, ഓരോ പ്രൊഡക്റ്റ് ഡെലിവറി ഉണ്ടാവാറുണ്ട്. ഇത് ഹൈക്കോർട്ടിലൊരു വക്കീൽ സാറാണ്. ആ സാറിന് അവിടെ ഉണ്ടായിരുന്നില്ല. ആ സാറിനപ്പോൾ ഞാനവിടെ ഡോറിൻ്റെ അവിടെ വെച്ച് ഫോം വിളിച്ച് കാര്യം പറഞ്ഞ് അവിടെ വെച്ചോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഓക്കെ, അവൾ ഫോട്ടോ അയച്ചു കൊടുത്തത് കഴിഞ്ഞ് ഞങ്ങളിത് നെക്സ്റ്റ് കസ്റ്റമറുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കസ്റ്റമർ ഇല്ല, കസ്റ്റമറുടെ അമ്മ മാത്രമേ ഉള്ളൂ. അതവിടെ അകത്തോട്ട് വെച്ചോളാൻ പറഞ്ഞ് അതും കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഫാസ്റ്റാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് അടുത്ത ഡെലിവറി സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് പിന്നെ ഞങ്ങളെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത ഐറ്റമാണ്. അതുകൊണ്ട് കാർപ്പൻ്റർ ഒന്ന് ചെയ്തു തരും എന്നുള്ളത് അവരോട് പറഞ്ഞ് അവിടുന്നും കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്ന അടുത്ത ഡെലിവറി സ്പോട്ട് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പെട്ടെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. കാരണം ഇന്ന് 10 ഡെലിവറി ഉണ്ട്. സാധാരണ ചെറിയ ഡെലിവറി 4-5 ഡെലിവറി ആകുമ്പോൾ കുറച്ച് സ്ലോവിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പെട്ടെന്നാണ്. കാരണം 1-2 ടൈം പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ. അപ്പോൾ ടൈം ടു ടൈം ഡെലിവറി ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. വീഡിയോയിലും ഡെലിവറി എല്ലാം പെട്ടെന്നായിരുന്നു. ഇനി നമ്മൾ പോകുന്ന കസ്റ്റമറുടെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയത്. ഞങ്ങളെ സോഫ ഇറക്കിയതിന് ശേഷം ഞങ്ങളുടെ സാധനങ്ങളൊന്നും താഴോട്ട് ഇറക്കി വെച്ചായിരുന്നില്ല. എങ്ങനെയാണോ രാവിലെ കെട്ടി അതേ മോഡൽ തന്നെയായിരുന്നു വണ്ടിയിൽ സാധനങ്ങൾ ഇരുന്നായിരുന്നത്. ഇതുപോലെ താഴോട്ട് ഇറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയുടെ ഹൈറ്റ് കാരണം, വണ്ടിയുടെ ഹൈറ്റ് അല്ല, വണ്ടിയുടെ പ്രൊഡക്റ്റിൻ്റെ ഹൈറ്റ് കാരണം താഴോട്ട് ഇത് കണ്ടില്ല, ഇതുപോലെ താഴോട്ട് ഇറങ്ങത്തില്ല. ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇത് നേരെ താഴത്ത് ഇറക്കി വെക്കാനും പറ്റത്തില്ല. കാരണം അതിൻ്റെ ബാക്കിൽ കുറച്ച് വെയിറ്റുള്ള 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അത് മിററാണ് ഒന്ന്, അപ്പോൾ അതിന് സപ്പോർട്ടിന് അങ്ങനെ വെച്ചേക്കുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കെട്ടെല്ലാം അഴിച്ച് ആ 2 ഐറ്റംസും സൈഡിലോട്ട് ഇറക്കി വെച്ച് ബാക്കിലെ ബാർ ക്യാബിനറ്റ് എല്ലാം പുറകോട്ട് വലിച്ച് അത് സൈഡിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങളിതുപോലെ താഴോട്ട് ഇറങ്ങിയത് വണ്ടി. കാരണം ഇത് ലിഫ്റ്റ് കുറച്ച് അപ്പുറത്തായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് മുകളിൽ നിർത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല വെയിറ്റുള്ള കുറച്ച് ഐറ്റംസാണ്. പിന്നെ 5-8 കാർട്ടണും ഉണ്ട് ഇവർക്ക്. പ്രൊഡക്റ്റ് 5-8 പാർട്ടായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മേലിൽ നിന്ന് താഴത്തോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം താഴോട്ട് ഇറക്കി വെച്ച് ലിഫ്റ്റിൻ്റെ അടുത്ത് വരെ വണ്ടി കൊണ്ടുപോയിട്ട് എല്ലാം ലിഫ്റ്റിലോട്ട് വെക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കിഡ്സിൻ്റെ ഒരു ബെഡാണ്, കൊച്ചുങ്ങൾക്ക് പറ്റിയൊരു ബെഡാണ്. നല്ല ബെഡാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും ഇതിൻ്റെ വിലയും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇത് ഫിറ്റ് ചെയ്യുന്നില്ല, കാർപ്പൻ്റർ വന്ന് ഫിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഡെലിവറി മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അവരുടെ വീട്ടിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ലിഫ്റ്റ് വഴി അവരുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെത്തി ഡോറിൻ്റെ അവിടെ എല്ലാം കൊണ്ടുവച്ച് കസ്റ്റമറോട് ചോദിച്ചാൽ അതെല്ലാം ഓപ്പൺ ചെയ്ത് കസ്റ്റമർ പറഞ്ഞ് കാർട്ടണോടുക്കനെ വെക്കാൻ അവിടെ സ്പേസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. ചെറിയ റൂമായിരുന്നു. അപ്പോൾ കിഡ്സിൻ്റെ ബെഡാണ്, മുകളിലും താഴെയും കിടക്കാൻ രീതിയിലുള്ള കിഡ്സ് ബെഡാണിത്. അപ്പോൾ ഞങ്ങൾ കാർട്ടനെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ച് തരാം, അകത്ത് വേറെ പാക്കിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം പൊട്ടിച്ച് പാക്ക് ചെയ്തെടുത്ത് ഇതുപോലെ അവർ റൂമിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഫോട്ടോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാം, അതായത് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ ഞാൻ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഡെലിവറിയും കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്താറായി. ഞങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞു പോയി. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു അമളി പറ്റി. ഈ പോണത് ഞങ്ങൾ വഴി തെറ്റിയിട്ടാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതറിയാതെയാണ് ഞങ്ങളുടെ യാത്ര. കാരണം കസ്റ്റമർ ഞങ്ങൾക്ക് ഫസ്റ്റ് വിട്ടു തന്ന ലൊക്കേഷൻ കസ്റ്റമർ ഫുഡ് വാങ്ങിക്കാൻ പോയ ഹോട്ടലിൻ്റെ ലൊക്കേഷനായിരുന്നു. ഞങ്ങൾ ലൊക്കേഷൻ ചോദിച്ച് കസ്റ്റമർ ലൊക്കേഷൻ വിട്ടു തന്ന്. പക്ഷേ കസ്റ്റമർക്ക് മാറിപ്പോയതാണ്. കസ്റ്റമർ അവർ ഫുഡ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു, ആർക്കോ വിട്ടുകൊടുത്തതാണ്, ഡ്രൈവർക്ക് ആർക്കോ. ആ ലൊക്കേഷനിലാണ് ഞങ്ങൾക്കും വിട്ടു തന്നെ. ഞങ്ങൾ അവിടെ പോയി എത്തിയൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നി. ആ ഹോട്ടൽ നിങ്ങൾക്ക് ഈ വീഡിയോ അല്പം കഴിഞ്ഞ് കാണാവുന്നതാണ്. ആ ഹോട്ടൽ കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ഇത് ഹോട്ടലാണല്ലോ, റെസ്റ്റോറൻ്റ് ആണല്ലോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡെലിവറി എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചു നോക്കി. അപ്പോൾ അവർ അയ്യോ സോറി എന്ന് പറഞ്ഞ് രണ്ടാമതും അവർ ലൊക്കേഷൻ ഞങ്ങൾക്ക് വിട്ടു തന്ന്. അതധികം വ്യത്യാസമൊന്നുമില്ല, ഒരു 1-1.5 കിലോമീറ്റർ ഡിഫറൻറ്റിലാണ് അവർ ലൊക്കേഷൻ മാറിപ്പോയതാണ് അവർക്ക്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഫസ്റ്റ് ഈ തെറ്റായ ലൊക്കേഷനിൽ എത്തി. റൈറ്റ് സൈഡിൽ നിങ്ങൾക്കിപ്പോൾ കാണാം, ഒരു ഹോട്ടൽ കാണാം. ആ ഹോട്ടൽ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഞാൻ അവരെ വിളിച്ച്, അപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് മാറിപ്പോയതാന്ന് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അവരെ നിന്ന് രണ്ടാമത്തെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ വാങ്ങി തിരിച്ച് കസ്റ്റമറുടെ അടുത്തേക്ക് തന്നെ പോയി.
അവിടെ ചെന്നപ്പോൾ അതിലും വലിയൊരു കോമഡി ഉണ്ടായിരുന്നു. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു അവരുടെ കറക്റ്റ് ലൊക്കേഷൻ വന്നത്. ഞങ്ങൾക്ക് ആദ്യം തന്നത് അവർ ഫുഡ് വാങ്ങിച്ച ലൊക്കേഷനായിരുന്നു. രണ്ടാമത് അവർ വിട്ടു തന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തായിരുന്നു. അത് അവർക്ക് ആദ്യം ബില്ലിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, ബില്ലിൽ അത് ഉണ്ടായിരുന്നില്ല. നിയർ പാസ്പോർട്ട് ഓഫീസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തേക്കാണെങ്കിലും വഴി തെറ്റില്ലായിരുന്നു. ഇത് ലൊക്കേഷനിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ കസ്റ്റമറെ വിളിച്ചത്. അപ്പോഴാണ് അവർ മാറി വിട്ടു തന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ 1.5 കിലോമീറ്റർ അപ്പുറത്തോട്ട് ജസ്റ്റ് പോകേണ്ടി വന്നു, വേറെ വിഷയമൊന്നും ഉണ്ടായില്ല. ഈ ഫ്ലാറ്റിലോട്ടാണ് ഞങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ ഇപ്പോൾ വിട്ട് തന്നേക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്ത് വണ്ടിയിട്ട് ഞാനും ഭായിമ്പാടെ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പ്രൊഡക്റ്റാണ്, ഒരു ക്ലോക്കാണ്. അപ്പോൾ അത് അവിടെ ചെന്ന് അതിലും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലിൽ കൊടുത്തേക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റിൽ 4A ആയിരുന്നു. 4Aയിലായിരുന്നു ഡെലിവറി പറഞ്ഞേക്കുന്നത്. ഈ ഫ്ലാറ്റിലായിരുന്നു. ഞങ്ങൾ അവിടെ കൊണ്ടുവച്ച് അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്താണ് ഒരമ്മ വന്നിട്ട് പറഞ്ഞു എന്താണ് മോനെന്ന് ചോദിച്ച്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വാച്ച് ഡെലിവറിക്ക് വന്നു പറഞ്ഞപ്പോൾ കസ്റ്റമർ ആരാന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ വരുന്നത് അയ്യോ അവരിപ്പോൾ ഇവിടെ അല്ല, അവർ 3ാമത്തെ ഫ്ലോറിലോട്ട് മാറിയിട്ടുണ്ട്, അവരിതിലായിരുന്നു, ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ മാറിയുള്ളൂ, 3ാമത്തെ ഫ്ലോറിലോട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതൊന്നും കസ്റ്റമർ ഞങ്ങളോട് പറഞ്ഞായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് എടുത്ത് അവരോട് സോറി പറഞ്ഞ് 3ാമത്തെ ഒരു ഫ്ലോർ താഴോട്ട് പോയി അവരെ കൊടുത്ത് അവർ പറഞ്ഞാൽ ഞങ്ങൾ 3ലാണ്, ബില്ലിൽ 4ആണല്ലേ കൊടുത്തേക്കുന്നത്, സോറി എന്ന് അവരും പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. മനുഷ്യനല്ലേ, തെറ്റ് പറ്റാതിരിക്കില്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ 10ാമത്തെ ഡെലിവറി സ്പോട്ടിലൂടെ എത്തിയിട്ടുണ്ട്. ഈ കസ്റ്റമറുടെ വീട് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടി, കഴിഞ്ഞ ഡെലിവറി പോലെ തന്നെ. ഇത് വീട് നമ്പർ കൊടുത്തായിരുന്നു, ഇത് എത്ര നോക്കിയിട്ടും ഈ നമ്പർ വീട് കാണുന്നില്ല, ബാക്കിയെല്ലാം കണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഡെലിവറിയും കഴിഞ്ഞ് കസ്റ്റമറോട് വിളിച്ചും പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് 10 ഡെലിവറിയും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.